നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശത്രുദോഷത്തെ നിഷ്ഫലമാക്കുന്ന ഏതാനും വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മത്സരങ്ങളുടെ ലോകമാണ്. പരസ്പരം എല്ലാവരോടും ഒരു മത്സര ബുദ്ധിയുണ്ട്. ശത്രുത ഇല്ലെങ്കിൽ പോലും അത്തരം മത്സര ബുദ്ധി ഉള്ളതിനാൽ പലപ്പോഴും ശത്രുതാപരമായിട്ട് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ നെഗറ്റീവ് ചിന്തകള്, ആ മത്സര ബുദ്ധിയോടുകൂടിയുള്ള ചിന്തകളെയും അത്തരത്തിൽ ചിന്തിക്കുന്നവരായിട്ടുള്ള എതിരാളികളെ, അതായത് സഹപ്രവർത്തകരാണെങ്കിൽ പോലും തൊഴിലില് അവരവരുടെ വിജയത്തിനായിട്ട് പരിശ്രമിക്കുമ്പോൾ പരസ്പരം ഒരു മത്സര ബുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അത് ശത്രുദോഷം പോലെ ഫലത്തിൽ പ്രകടമാകുന്നതാണ്. അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട്, അത്തരത്തിലുള്ള ശത്രുദോഷങ്ങളെ നിഷ്ഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകളെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശത്രുദോഷത്തെ നിഷ്ഫലമാക്കുന്ന വഴിപാടുകളെ കുറിച്ച് നമുക്ക് പറയാം. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാക്കും. ശത്രുവിന്റെ ചിന്താഗതി, മാനസിക ഊർജം നമ്മളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. പലതരത്തിലുള്ള ശത്രുദോഷങ്ങളുണ്ട്. എത്ര വലിയ ശത്രുദോഷമാണെങ്കിലും ഈശ്വര ഭജനത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ശത്രുദോഷ പരിഹാരത്തിനായി ക്ഷേത്രങ്ങളിൽ നടത്താവുന്ന ചില വഴിപാടുകളെയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. നാഗങ്ങൾക്ക് ഉപ്പും മഞ്ഞളും സമർപ്പിക്കുന്നത് അതിവിശേഷമായിട്ടുള്ള വഴിപാടാണ്. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചഗവ്യ അഭിഷേകം, എണ്ണ അഭിഷേകം, നാരങ്ങാമാല ചാർത്തുക തുടങ്ങിയവയും ശത്രുദോഷ ശാന്തിക്ക് ഉത്തമമാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഗുരുതി നടത്തുന്നതും അടനിവേദ്യം നടത്തുന്നതും ചെമ്പരത്തി മാല സമർപ്പിക്കുന്നതുമൊക്കെ ശത്രുദോഷ ശാന്തിക്ക് ഉത്തമമാണ്. കൂടാതെ ദുർഗാ ക്ഷേത്രത്തിലാണെങ്കിൽ ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ശത്രുദോഷത്തെ ഇല്ലാതാക്കും. ശിവക്ഷേത്രത്തിൽ തേൻ അഭിഷേകം നടത്തുന്നത് ശത്രുദോഷ ശാന്തിക്ക് ഉത്തമമാണ്. കൂടാതെ കറുത്ത പട്ട് ചാർത്തുന്നതും വിശേഷമാണ്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ എരിക്കിൻ പൂ മാല സമർപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും അതിവിശേഷമായിട്ടുള്ള ശത്രുദോഷ ശാന്തിക്ക് ഉതകും. നരസിംഹസ്വാമിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും അർച്ചന നടത്തുന്നതും ഒക്കെ ശത്രുദോഷത്തെ ഇല്ലാതാക്കും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലയും നാരങ്ങയും ചേർത്ത് ഒന്നിച്ചു കുരിക്കുന്ന മാല ചാർത്തുന്നതിലൂടെ ശത്രുദോഷത്തെ എല്ലാം നിഷ്ഫലമാക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ശത്രുദോഷ ശാന്തിക്കായി ചെയ്യാവുന്ന വഴിപാടുകൾ. ശത്രുദോഷത്തെ ഈ വഴിപാടുകൾ ചെയ്യുക വഴി നമുക്ക് നിഷ്പ്രഭമാക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുദോഷ ശാന്തി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.